ഈ ഗ്രോ ബെഡ് നിർമ്മിച്ചുള്ള ഈ ഒരു ഏരിയ എത്ര സെന്റ് സ്ഥലമാണ്? നമ്മൾ ഗ്രോ ബെഡ് ചെയ്തിരിക്കുന്ന 3 സെന്റ് സ്ഥലമാണ്. 3 സെന്റ് സ്ഥലത്താണ് ഗ്രോ ബെഡ് ഇട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ സിലിക്ക സാൻഡ് ഇട്ടുള്ളത്? തുടക്കം മുതലേ സിലിക്ക സാൻഡ് ആയിരുന്നോ? തുടക്കം മുതലേ സിലിക്ക സാൻഡ് ആയിരുന്നു. നമ്മൾ സിലിക്ക സാൻഡാണ് ആദ്യം മുതലേ യൂസ് ചെയ്തത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ആദ്യ സമയത്ത് അത് തന്നെയാണ് ഇപ്പം നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ മോട്ടർ അടിക്കണ്ട. കാരണം 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമാണ് നമ്മൾ മോട്ടർ പമ്പ് ചെയ്യുന്നത്. അത് ഒരു ദിവസം തന്നെ ഒരു 2-3 മണിക്കൂറിൽ താഴെയായിരിക്കും മോട്ടർ. അല്ലെങ്കിൽ നമ്മൾ അക്വാപോണിക്സിൽ 24 മണിക്കൂറും മോട്ടർ ഉപയോഗിക്കണം. അതിൻ്റെ കറണ്ട് ചാർജ് വളരെ കൂടുതലായിരിക്കും. ആ കറണ്ട് ചാർജ് എല്ലാം വളരെ ഒരു 2 വർഷം അല്ല 1.5 വർഷം കറണ്ട് ചാർജിൻ്റെ പൈസയ്ക്ക് നമുക്ക് ഇവിടെ കൂടുതൽ മുടക്കുവാണെങ്കിൽ നമുക്ക് സിലിക്ക സാൻഡ് മേടിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടമില്ലാതെ അത് പൊക്കോളും. ആദ്യം കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് കൂടുതലാവുന്നേ ഉള്ളൂ. സിലിക്ക സാൻഡിലായിരിക്കും കുറച്ചുകൂടെ ഏറ്റവും നല്ലത്. സിലിക്ക സാൻഡ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സെലറിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ കാർബണിൻ്റെ ഒക്കെ അളവൊക്കെ വളരെ കുറയ്ക്കാൻ പറ്റുന്നതും സിലിക്ക സാൻഡാണ്. പിന്നെയുള്ളത് ഫിൽട്രേഷൻ. നമുക്കറിയാം, നമുക്ക് കുടിവെള്ളമാണെങ്കിൽ പോലും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിനകത്ത് സിലിക്ക സാൻഡ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെള്ളം കൂടുതൽ ഫിൽറ്ററായി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇതിപ്പോൾ നമ്മളൊരു 1.5-2 അടി കനത്തിലാണ് ഈ സിലിക്ക സാൻഡ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ബെഡിലും വീഴുന്ന വെള്ളം ശരിക്കും ഫിൽറ്ററായതിനു ശേഷം മാത്രമേ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം പോകുന്നുള്ളൂ, നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് വെള്ളം പോകുന്നുള്ളൂ. സാധാരണ മിറ്റിലാണെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് കുറവായിരിക്കും. തിക്നെസ് കുറവാകുമ്പോൾ തന്നെ വെള്ളം ശരിക്കും ഫിൽറ്റർ ആവാതെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മിറ്റിൽ ഉപയോഗിക്കുമ്പോൾ 24 മണിക്കൂർ തന്നെ മോട്ടർ ഉപയോഗിക്കുന്നതും. പിന്നെ നമ്മുടെ ഫിൽട്രേഷൻ, അതായത് ബയോ ഫിൽറ്ററും മെക്കാനിക്കൽ ഫിൽറ്ററും ഒക്കെ പക്ക കുറച്ചുകൂടെ ആയിരിക്കണം മിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അത്ര പ്രശ്നമില്ല. ഒരു ഫിൽട്രേഷൻ ഇതിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഫിൽറ്ററിലും അത്രയൊക്കെ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗ്രോ ബെഡുകളിലൊന്നും സൈഫൺ ഞാൻ കണ്ടില്ല. സൈഫൺ കൊടുത്തിട്ടില്ല? ഇല്ല. ഇതിൽ നമ്മൾ സൈഫണല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ടൈമർ വെച്ചിട്ട് ആണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 10 മിനിറ്റ് ടൈമർ ഓൺ ആവുകയും മോട്ടർ വർക്ക് ചെയ്യും. ആ വെള്ളം 1 മണിക്കൂറും കൊണ്ട് തിരിച്ച് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കാണാം വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ട് 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇത് ഓഫാകും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഓണാകുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഫൺ ഇടയ്ക്ക് ബ്ലോക്ക് ആകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേര് കയറി അങ്ങനത്തെ ബ്ലോക്ക് ആകുക അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഇതിനകത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്വാപോണിക്സ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ജോലിയും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇതിനകത്ത് ആകെപ്പാടെ ഇപ്പം മീൻ തീറ്റ കൊടുക്കുക, ഇതിനകത്ത് 2-3 മൂട് പറിച്ച് ആൾക്കാർ കടയിൽ കൊടുക്കുക എന്നുള്ള ജോലി മാത്രമാണ് നമ്മൾ അക്വാപോണിക്സിലെ ജോലിയുള്ളൂ. അക്വാപോണിക്സ് ശരിയല്ലെങ്കിൽ നമുക്ക് 24 മണിക്കൂറും ജോലിയായിരിക്കും. നമ്മളത് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ആദ്യം ഒരു വർഷം നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാമായിരുന്നു. ഒരിക്കലും നമുക്ക് ഇതിനകത്ത് പണി ഒഴിഞ്ഞിട്ടൊരു നേരമില്ലായിരുന്നു. ഇപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുൾ കൺട്രോളിലായി. ഈ സാധനം മുഴുവൻ ഇതിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല രീതിയിൽ ഒരു ദിവസമല്ല 10 അല്ല 15 മിനിറ്റ് കൊണ്ട് ഒരു ജോലിയെ ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഏത് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അക്വാപോണിക്സ്. ഇപ്പോൾ ഈ ഗ്രോ ബെഡിലൊക്കെ സിലിക്ക സാൻഡ് ഇടാൻ വേണ്ടി ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും? നമ്മൾ ഗ്രോ ബെഡ് സിലിക്ക സാൻഡ് ഇടാൻ വേണ്ടി ഒരു 1 ലക്ഷം രൂപ കൂടുതൽ ചിലവായി. 1,50,000 രൂപയോളം നമുക്ക് മൊത്തം സിലിക്ക സാൻഡ് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി ചിലവായി. 1,50,000 രൂപയോളം സിലിക്ക സാൻഡിന് ചിലവന്ന്. ഇപ്പോൾ നിങ്ങൾ സിലിക്ക സാൻഡ് ഇട്ട് കാരണം ഈ സിലിക്ക സാൻഡ് മറ്റേന്ന് ഇട്ടുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ലാഭകരം തന്നെയാണ് സിലിക്ക സാൻഡ് ഇടുന്നത്. ലാഭകരമാണ്. അതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അവിടെ ഉപയോഗം വളരെ കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്ക് ഇതുവരെ ഒരു 500 രൂപയിൽ കൂടുതൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ല് 360 രൂപ ആയിരുന്നു. കാരണം നമ്മുടെ ഇവിടെ അക്വാപോണിക്സ്, RIS, ബയോ ബ്ലോക്ക് എല്ലാം ഇതിലാണ്, ഈ ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കൊരു 360 രൂപയ്ക്ക് ചെയ്യാൻ പറ്റി. കാരണം അഗ്രികൾച്ചർ സ്കീമിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സബ്സിഡി സ്കീമിലാണ് നമുക്കിവിടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ഇലക്ട്രിസിറ്റി സബ്സിഡി സ്കീമിലാണ്. എന്നിട്ട് നമുക്ക് 500 രൂപ താഴെയാണ് ഇത്രയും യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നതും വരുന്നത്. നമുക്ക് വരുന്നത് അത്ര രൂപ താഴെയാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ സിലിക്ക സാൻഡ് ഇട്ടോട് കൂടിയിട്ട് നിങ്ങളിപ്പോൾ എങ്ങനെ 1 മണിക്കൂറിൽ 10 മിനിറ്റ് മാത്രമേ ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുള്ളൂ? അതെ. പിന്നെ ഈ വെള്ളം മൊത്തം പറ്റി കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് 10 മിനിറ്റ്. നമ്മളിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം പറ്റുകയും പിന്നെ വളരെ കുറഞ്ഞ അളവിലേക്ക് ടാങ്കിലേക്ക് പോകുന്നത്. അതിനുശേഷം 1 മണിക്കൂർ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ബെഡെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമായിരിക്കും
അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം പറ്റി നമ്മൾ ഒഴുകി നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ചെല്ലും. ഇപ്പോൾ ഈ സിലിക്ക സാൻഡിൽ വേരിറങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഈ വെള്ളം തിരിച്ച് പോണ്ടിലേക്ക് പോകാത്ത അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈ 2 വർഷത്തിലിടക്ക്? ഇല്ല. ഈ സെലറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേര്, അതിൻ്റെ വേര് വളരെ ചെറുതാണ്, നാര് പോലെയുള്ളതായിരിക്കും. അത് നമ്മൾ സെലറി നട്ട് നമ്മൾ 2 മാസത്തിനുള്ളിൽ തന്നെ പറിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ അധികം വേരുണ്ടാവില്ല. വേരുണ്ടെങ്കിലും അതിന് വലിപ്പം കുറവായിരിക്കും. അത് നമ്മൾ ആ വേരോട് കൂടിയാണ് പറിച്ചെടുക്കുന്നത്. ചുവടെ പറിച്ചെടുക്കുകയാണ്. ചുവടെ പറിച്ചെടുത്തിട്ട് അടിയിൽ ക്ലീൻ ചെയ്ത് അടിവശം കട്ട് ചെയ്ത് വേര് കട്ട് ചെയ്ത് മാറ്റിയതിനാണ് ശേഷമാണ് ഷോപ്പിൽ കൊടുക്കുന്നത്. സാധാരണ പച്ചക്കറിയാണെങ്കിൽ നമ്മൾ ആ ചെടി പറിച്ചെടുക്കുകയല്ല, ഇത് ചെടിയോട് കൂടി മണ്ണോട് കൂടി തന്നെ പറിച്ചെടുത്തിട്ട് ആ മണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി പാക്ക് ചെയ്താണ് കടയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെഡിൽ ഒരിക്കലും വേരാവുന്നില്ല, ചെടി മൊത്തത്തോടെ പറിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അക്വാപോണിക്സിലെ വിജയഗാഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പല കർഷകർക്കും, പുതിയതായിട്ട് വരുന്ന കർഷകർക്കും എടുത്തു ചാടാനുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു. മത്സ്യകൃഷി പൊതുവെ ഒരുപാട് പേര് പല വീഡിയോസ് കണ്ടിട്ടായാലും ഈ എന്താ പറയുക, ഈ ന്യൂസ് റിപ്പോർട്ടുകൾ കണ്ടിട്ടായാലും ശരി, പത്രമാധ്യമങ്ങളിൽ വരുന്ന മറ്റു വാർത്തകൾ കണ്ട് എടുത്തു ചാടുന്നൊരവസ്ഥ ഉണ്ട്. അതിൽ ചിലരൊക്കെ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വിജയകരമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാനും ഒരു എടുത്തുചാട്ടത്തിൽ പെട്ടെന്ന് വന്നതാണ്. ആദ്യം കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ വന്നു. എങ്കിൽ പോലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഒരു വീഡിയോ ക്ലിപ്പിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സമ്മതി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഒരു യൂട്യൂബിലൊന്നും ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. നമ്മുടെ സ്വന്തം അറിവ് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ ഇന്നിപ്പോൾ ആൾക്കാർക്ക് അത് ധൈര്യമായിട്ട് ചെയ്യാം. കാരണം നാട്ടിൽ എല്ലാ ഭാഗത്തും എല്ലാ ഏരിയയിലും തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അക്വാപോണിക്സ് യൂണിറ്റുകളും ഫിഷ് ഫാമുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നേട്ടം. ഒരു 1.5-2 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട് മത്സ്യകൃഷിയിൽ. ഒരു 2 വർഷത്തിനിടയ്ക്ക് 2 വർഷം മുമ്പുണ്ടായിരുന്ന മത്സ്യകൃഷിയല്ല ഇന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ പറയുന്ന ടെക്നോളജി ആയിരിക്കത്തില്ല നാളെ വരുന്നത്. ആ ഓരോ രീതിയിലും ഓരോ കർഷകരും ഓരോ പരീക്ഷണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ റിസൾട്ടുകൾ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കി ആ റിസൾട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള വിജയകരമായ രീതിയിലുള്ള മെത്തേഡായിരിക്കും അടുത്ത ആൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയും വരുന്ന ആളുകളിൽ മത്സ്യകൃഷി എന്ന് പറയുന്ന സംഭവം നല്ല രീതിയിൽ ശരിക്കും ഒരു ഹരിത വിപ്ലവം പോലെ തന്നെ ഒരു ബ്ലൂ റെവല്യൂഷൻ വിപ്ലവം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ മീൻ ആവശ്യമുണ്ട്. മീൻ അതുപോലെ കടലിൽ ഉണ്ടാകുന്നതിൽ കൂടുതൽ മീൻ നമുക്ക് കരയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മാസം ഇവിടുന്ന് ഈ ഗ്രോ ബെഡിൽ നിന്ന് പച്ചക്കറി മാത്രം കൊടുത്തിട്ട് മാസം എത്ര വരുമാനമുണ്ട്? മാസം നമുക്ക് ഏകദേശം ഒരു 18,000 രൂപ വരുമാനമുണ്ട്. 18,000 രൂപ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. വരുമാനമുണ്ട്. ഇതിൽ എങ്ങനെ ആയാലും 15,000 രൂപ മുതൽ 18,000 രൂപ വരെ നമുക്കൊരു മാസം വരുമാനം കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഐറ്റം ചെയ്തുകൊണ്ട് മാത്രമാണ്. മിക്സഡ് ആയിട്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്യല്ലേ. കാരണം നമ്മളിപ്പോൾ ഒരു സാമ്പിളിലൊരു പടവലമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ പടവലത്തിൻ്റെ ചൂട് മാത്രമേ ബെഡിലുള്ളൂ. പടവലം വേറെ സ്ഥലത്തേക്കാണ് വിട്ടിരിക്കുന്നത്. ബെഡിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഒരു ഐറ്റം തന്നെ ചെയ്യുക, നമുക്ക് മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു സാധനം തന്നെ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമുക്കൊരു വില കിട്ടുകയുള്ളൂ. ആ വിലയുള്ള സാധനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല വിലയുള്ള ചീരകളൊക്കെ ഉണ്ട്. ഈ പാലക്കച്ചീര പോലെ തന്നെ സിസ്കാർഡ് എന്ന് പറഞ്ഞ ചീരയുണ്ട്. ആ ചീരയൊക്കെ നല്ല വിലയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം. വെളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. വെളിയിലൊക്കെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഈ സാധനം നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ വെളിയിൽ കണ്ട സാധനം ഇവിടെ കണ്ടു കഴിയുമ്പോൾ അവർ അന്നേരം എടുത്തുകൊണ്ട് പോകും. നമ്മൾ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ലെത്യൂസ് ഒരു മൂട് കൊണ്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ആ സാധനം പോകും. കാരണം ഇവർ നമ്മുടെ നാട്ടിൽ ഈ ലെത്യൂസ് കണ്ടിട്ടില്ല. വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ജോലി NRIs ഒക്കെ വരുമ്പോൾ അവർ കണ്ടിട്ടില്ല. അവർ പെട്ടെന്ന് കാണുമ്പോൾ അത് അവിടെ കണ്ട ടേസ്റ്റ് ഇവിടെ കാണുമ്പോൾ അവർ അതോടെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കർഷകനും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ്യൂസോ അല്ലെങ്കിൽ സെലറി ചെയ്യുക അല്ലാതെ തന്നെ അതുപോലുള്ള ഐറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് ഓരോരുത്തർക്കും അവനവൻ്റേതായ ഒരു സ്പേസ് ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അക്വാപോണിക്സും RISും ബയോഫ്ലോക്കും വളരെ ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് ഒരു അർപ്പണ മനോഭാവമാണ് എല്ലാവർക്കും വേണ്ടത്. കാരണം ജോലിയില്ലെങ്കിൽ നമ്മളത് ഇതിനകത്ത് അക്വാപോണിക്സ് ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ജോലി ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളത് ആ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾ എങ്ങനെ ചെയ്താൽ ഇത് വിജയിക്കുന്നതെന്നും നമ്മൾ ഇപ്പോഴും ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സും അല്ല നമ്മുടെ അക്വാപോണിക്സ് അല്ല RISോ ബയോഫ്ലോക്കോ ഒന്നും ഒരിക്കലും നഷ്ടത്തിലാവത്തില്ല. ആ രീതിയിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന താല്പര്യം അവസാനം വരെയും കാണിക്കണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയത്തിലേക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അതുപോലെ തന്നെ വിപണി എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചില കർഷകർ പറഞ്ഞു കിട്ടുന്നു, അതുകൊണ്ട് അതിനോട് എങ്ങനെയാണ് അഭിപ്രായം? വിപണിയുടെ ഞാൻ ആദ്യം സമയത്ത് നമ്മൾ മീൻ ലൈവായിട്ട് മീൻ കൊടുത്തു കഴിഞ്ഞാൽ മീന് വില കിട്ടും. മീൻ ചത്തു കഴിഞ്ഞാൽ മീനിൻ്റെ വില പോയി. ഒരിക്കലും മീനെ നമ്മൾ കോരി അല്ലെങ്കിൽ ഇതിട്ട് നമ്മൾ മാർക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മീനെ ഹാർവെസ്റ്റ് ചെയ്യാവുള്ളൂ, കൊടുക്കാവുള്ളൂ. ഞാൻ ആദ്യം വിളിച്ചു, അല്ലെങ്കിൽ രണ്ടാമത് വിളിച്ചു പറഞ്ഞാലും നമ്മുടെ ഫാമിൽ വരുന്ന നമ്മളിപ്പം കൃഷി ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. അവർ നമ്മൾക്ക് പല ഈ മീൻ ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും. അവരെല്ലാം നമ്മുടെ ഫോൺ നമ്പരും അവരുടെ കോൺടാക്ട് നമ്പരും ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇൻവിറ്റേഷൻ കൊടുക്കുക. നേരിട്ടൊരു ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ ഇന്നുപോലെ ചെയ്യുന്നുണ്ട് ഇത്ര മീനായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വന്ന് ആ മീനെ മേടിച്ചിരിക്കും. കാരണം ഇന്നിപ്പം എല്ലാ ആളുകളും ഈ വിഷമുള്ള മീൻ ഉപയോഗിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നല്ല മീനെ കിട്ടുമ്പോൾ അവർ ഉപയോഗിക്കും. എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ എങ്ങനെയാണ് ഇവിടെ? സർക്കാർ സംവിധാനം സപ്പോർട്ടുണ്ട്. സർക്കാരിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്സിഡി എല്ലാം മേടിച്ചെടുക്കാൻ പറ്റണം. കാരണം നമുക്ക് വേണ്ടിയുള്ള സബ്സിഡിയാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്, കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ സബ്സിഡിയൊക്കെ പലപ്പോഴും പലരും അപേക്ഷിക്കാതെയും അതല്ലെങ്കിൽ ആ പ്രയോജനം പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്കീം ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ബ്ലൂ റെവല്യൂഷൻ സ്കീം പ്രകാരമാണ് നമുക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. ഇതിന് നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് നമുക്ക് മഴമറ നിർമ്മിക്കുന്നതിന് ഒരു 50,000 രൂപ സബ്സിഡി കിട്ടി. പിന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമിൽ ഈ ബ്ലൂ റെവല്യൂഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി ഏകദേശം ഒരു 2,40,000 രൂപയോളം നമുക്ക് ഓൾറെഡി സബ്സിഡി കിട്ടി. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കീമിലൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 വിളവെടുപ്പിനുള്ള തീറ്റയും മത്സ്യക്കുഞ്ഞുങ്ങളും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നമുക്കൊരു ലാഭകരമാകുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലാഭത്തിലാകുന്ന ഒരു സമയം വരെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് നമുക്ക് എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്കീമിലും നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതിനുള്ള സബ്സിഡിയും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് അവർ അനുവദിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, 2019 ജൂണിലക്കം കർഷകശ്രീ മാസികയുടെ കവർ ഫോട്ടോയിൽ വന്നിട്ടുള്ള ആള് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയുള്ള കർഷകനാണ്. അപ്പോൾ ഈ ഒരു കർഷകന്റെ വിജയഗാഥയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ഒരു കർഷകന്റെയും വിജയഗാഥ കണ്ടിട്ട് ആരും എടുത്തു ചാടരുത്, മറിച്ച് അതേക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തുക. ഈ ഒരു ഫാമിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കൂടി ഇവർ നൽകുന്നുണ്ട്. അതായത് ഈ കർഷകന് തുടക്കത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. കാരണം അന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും ലീഡ് ചെയ്യാനും ഒരാളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാമിൽ അക്വാപോണിക്സിനെ കുറിച്ച് പഠിക്കാനുള്ള പൂർണ്ണ അവസരം നൽകുന്നുണ്ട്. ലോങ് സൈഡിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അക്വാപോണിക്സ് നിങ്ങൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഈ ഫാമിൽ മൊത്തം ചിലവഴിക്കാനുള്ള അവസരമുണ്ട്, താമസിക്കാനുള്ള കൂടെ. പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേ ചെയ്യാനുള്ള വീടുണ്ടാക്കിയുള്ളത് ഓല മേഞ്ഞൊരു വീട്ടിലാണ് നമുക്ക് താമസിക്കാനുള്ള അവസരമുള്ളത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഫാമിലേക്ക് എത്തിച്ചേരാനുള്ള ലൊക്കേഷനും അതുപോലെ തന്നെ ഈ ഫാമിലെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.